പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായി. പ്രതി അശ്വിൻ രാജിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പുതുശ്ശേരിയിൽ കുട്ടികളടങ്ങുന്ന കരോൾ സംഘത്തെ ആക്രമിച്ചത്. ഇത് കരോൾ സംഘം എന്നല്ല, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ ഉത്സവങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി വർഗീയത കലർത്തിക്കൊണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ RSSകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് നേതൃത്വം കൃത്യമായ ചെല്ലും ചെലവും കൊടുത്തുകൊണ്ടാണ് ആൾക്കാരെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കാലഘട്ടത്തും സമ്മേളനത്തിൽ കൃത്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ലേഖനം അതിൽ കൃത്യമായി ആലേഖനം ചെയ്യാറുണ്ട്. ആ ബാൻഡാണ് ഇന്നലെ എടുത്തു കൊണ്ടുപോയത്. എന്തടിസ്ഥാനം നിങ്ങൾ ഈ സാധനം ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ഓടിച്ചിട്ട് തല്ലാൻ ശ്രമിക്കുകയും അതാണ് പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടുന്നത്, അതായത് ഈ അവരുടെ വർഗീയത ചെറിയ കുട്ടികൾ വരെ ആക്രമിക്കപ്പെടുന്നു പറയുമ്പോൾ ഈ നാട് ചെയ്യണ സമാധാനം ലക്ഷ്യം CPM തകർക്കുകയാണ്. അപ്പോൾ CPM ആരെയും ചേർത്ത് പിടിക്കാൻ പാടില്ല. CPM ഈ നാട്ടിനകത്ത് എല്ലാ മതവിഭാഗങ്ങളും ചേർത്ത് പിടിക്കുന്ന സംഘടന CPM, ന്യൂനപക്ഷങ്ങളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അപ്പോൾ ആ ഞങ്ങളെ തകർക്കാൻ വേണ്ടി ഇത്തരത്തിൽ സാധാരണപ്പെട്ട ജനങ്ങളെ ചെറിയ കുട്ടികളെ നാളെ സ്ത്രീകളെ അടക്കം ആക്രമിക്കപ്പെടുന്ന രൂപത്തിലാണ് ഇവരുടെ ഈ ഗോകുൽ VS. ഗോകുൽ, ഇത് CPM ആസൂത്രണം ചെയ്ത കരോൾ ആഘോഷ പരിപാടിയാണോ, കരോൾ സംഘമാണോ? ഈ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ച ഈ സംഭവത്തിൽ എത്ര പേരുണ്ട് പ്രതികൾ? എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തി ഗൗരവമായി കേസുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്? അതായത് ഇത് കുട്ടികളാണ് ഈ കരോൾ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലുള്ള ബാൻഡുകൾ എടുത്തത് CPM ഏതെങ്കിലും രീതിയിൽ സംഘടിപ്പിച്ച പരിപാടിയല്ല, മറിച്ച് CPM കയ്യിലുള്ള അല്ലെങ്കിൽ CPM എഴുതിയിട്ടുള്ള ബാൻഡുകൾ അവർക്ക് നൽകുകയും അവർ അത് കൊട്ടിപ്പോകുന്നതിനിടയിലാണ് ഈ BJP പ്രവർത്തകനെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് പുതുശ്ശേരിയിൽ അയാൾ ഈ കരോൾ സംഘത്തെ ആക്രമിക്കുകയായിരുന്നു. കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജാണ് ഇത്തരത്തിൽ ഈ കുട്ടികളെ ആക്രമിച്ചത്. ഇവിടെ CPM എഴുതിയ ബാൻഡ് കൊണ്ട് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചായിരുന്നു ആക്രമണം എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത്. പക്ഷേ ഇയാൾ BJP പ്രവർത്തകനാണെന്ന് CPM ആരോപിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമില്ല, മറിച്ച് മദ്യപിച്ച് ആണ് ഇയാൾ ഉണ്ടായിരുന്നത്. ഈ അശ്വിൻ രാജ് ഉണ്ടായിരുന്നത് മദ്യലഹരിയിലാണ് അശ്വിൻ രാജ് ഇത് ചെയ്തതെന്നാണ് കസബ പോലീസ് വ്യക്തമാക്കുന്നത്.